ഇന്ന് നമുക്ക് ശാന്തമായിട്ടൊരു ഉച്ചയൂണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും കലവിലാ സംസാരിച്ചിട്ടല്ലേ, അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം രാവിലത്തെ പരിപാടികളൊന്നും എടുത്തിട്ടില്ല. ഇന്നിപ്പം ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കുഞ്ഞു വ്ളോഗിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ പണി ചെയ്യണതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് വെള്ളം കുടിക്കുക എല്ലാവരും. ഇനി ഒന്ന് നെല്ലിക്ക ഉപ്പിലിടാം. നമുക്ക് കുറച്ച് ഫ്രോസൺ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതൊന്ന് ഉപ്പിലിടാം. ഇതിലോട്ട് പച്ചമുളക് കീറിയിടുക. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉപ്പിടുക. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ ഒഴിക്കുക. ഇനി നമ്മൾക്കിത് എടുത്തു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പിടിച്ചോളും. സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ചീരക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ചീര സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് കഴുകിയതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീര റെഡിയാക്കാം. അപ്പോൾ ഇത് ഫ്രോസൺ ചീരയാണ്. ഫ്രോസൺ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സവാള അരിഞ്ഞെടുക്കാം. കുറച്ച് സവാള ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നത്. ഇനി നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കാം. 3 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വെക്കുകയാണ്, വിക്കിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ചീര ഇടാം. പരിപ്പും ചീരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കായത്തിൻ്റെ പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേവിക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ആദ്യം തന്നെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ അരിയുക. പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. നീളത്തിൽ അരിയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പം ബീട്രൂട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കാം. ചീരയുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകിടുക. പിന്നെ കുറച്ച് ജീരകം കൂടെ ഇടുക. കുറച്ച് വെളുത്തുള്ളി ഇടുക. സവാള അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുക. അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം ഇതിൽ പുളിവെള്ളം ഒഴിക്കുക. നെല്ലിക്ക അളവിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ചേർക്കാം. ഈ ഒരു പുളി ചേർത്തതിന് ശേഷം എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും മാത്രം ചേർത്താൽ മതി. ചീരയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ചീരയും പരിപ്പും ഇതിലോട്ട് കൊട്ടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരയും പരിപ്പും കൂടെയുള്ള സാമ്പാർ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെന്നൈ സ്പെഷ്യൽ കറിയാണ്. ഇനി നമ്മൾക്ക് അടുത്തത് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക. അതിനുശേഷം കറിവേപ്പില ഇടുക. പിന്നെ സവാള അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വരുമ്പം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടെ ചേർക്കുക. ഇനി നമ്മൾക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വേവുന്നത് വരെ ഇനി ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണിനുള്ള പരിപാടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് നല്ല ചൂട് ചോറിലോട്ട് ചീരയുടെ കറി ഒഴിക്കുക. ചീരയും പരിപ്പും കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും പിന്നെ ഒരു പപ്പടവും കൂടെ വറുത്തിട്ടുണ്ട് ഞാൻ. ആ പപ്പടവും പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് തെന്നി വീണ ആ ബീട്രൂട്ട് എടുത്തൊന്ന് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബീട്രൂട്ടിന്. ഇനി നമ്മൾക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് അപ്പം തന്നെ എടുക്കുന്നത് കൊണ്ട് അധികം ഉപ്പ് പിടിച്ചിട്ടില്ല, എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നൊരു സാധാരണ ലഞ്ചായിരുന്നു. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ച് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.